കുളിച്ചൊരുങ്ങി പുറത്തേക്ക് വന്ന മാനസ ക്ലോക്കിലേക്ക് നോക്കി ഞെട്ടിപ്പോയി. അയ്യോ, 8 മണിയായോ? ആ രാക്ഷസൻ ഇപ്പോൾ വരും എന്ന് മനസ്സിൽ വിചാരിച്ച് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അമ്മേ, ആയോ? സമയമില്ല, വേഗം നോക്ക്. അപ്പുറത്തു നിന്ന് അമ്മ പെറുപുറക്കാൻ തുടങ്ങി. ഈ കുട്ടിയെ കൊണ്ട് തോറ്റു. നേരത്തെ കിടന്നുറങ്ങിയാൽ വെളുപ്പിന് എഴുന്നേൽക്കാം എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അർദ്ധരാത്രി വരെ ഇരുന്ന് ആ സിനിമകളും സീരീസുകളുമൊക്കെ കണ്ട് എപ്പോഴോ കിടക്കും. എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുകയുമില്ല. എഴുന്നേറ്റ ഉടനെ ഇങ്ങനെ ഓട്ടപ്പാച്ചിൽ തുടങ്ങിയാൽ എങ്ങനെയാ? എൻ്റെ പണികളൊക്കെ ഞാൻ എങ്ങനെ തീർക്കും? നിന്നെ ഒരുക്കി കൊടുക്കാനും കൂടി ഞാനിവിടെ നിൽക്കണം. അമ്മ ഉള്ളിൽ ദേഷ്യത്തോടെ പഴി പറയുമ്പോഴും പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു. നിന്റെ ലഞ്ച് ബോക്സ് റെഡിയാണ്, നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാനസ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി. മുഖത്ത് ലേശം പൗഡറും ഇട്ട് കണ്ണുകളിൽ ഭംഗിയായി കൺമഷി എഴുതി. നെറ്റിയുടെ നടുവിലായി ഒരു ചെറിയ കറുത്ത പൊട്ടും തൊട്ടു. കണ്ണാടിയിൽ നോക്കി സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവൾ മനസ്സിൽ വിചാരിച്ചു. സൗന്ദര്യം എന്നാൽ ഇത് തന്നെയാണ്. ഈ ഭംഗി ആസ്വദിക്കണമെങ്കിൽ അവൻ എവിടെയെങ്കിലും മറുകുള്ളവനായി ജനിക്കണം. അവൾ അങ്ങനെ സ്വയം ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഒരാളുടെ രൂപം തെളിഞ്ഞു വന്നു. വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള സാക്ഷാൽ മന്മഥനെ പോലെയുള്ള ഒരു യുവാവ്. അവൻ എങ്ങനെയാണെന്നോ, ഒന്ന് ചിരിച്ചാൽ മതി. ആ ചിരി കണ്ട് പെൺകുട്ടികളെല്ലാം ക്യൂ ബാക്ക് നിന്ന് അവൻ്റെ പുറകെ നടക്കും. അത്രക്ക് ആകർഷണീയതയുണ്ട് ആ ചിരിക്ക്. വലിയ വെളുത്ത നിറമൊന്നുമില്ല അവൻ്റേത്. പക്ഷെ ഉള്ള ആ മാറ്റ് വെച്ച് തന്നെ മുന്നിൽ നിൽക്കുന്നവരെ കൺമയക്കിക്കളയാൻ അവന് സാധിക്കും. ഒരു പ്രത്യേക തരം ആകർഷണമുള്ള മുഖമാണിത്. പ്രത്യേകിച്ച് അവൻ്റെ കണ്ണുകൾ ഭയങ്കര തീക്ഷ്ണമാണ്. അവൻ ആരെയെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ നോട്ടമാകുന്ന അമ്പ് നേരെ ചെന്ന് അവരുടെ നെഞ്ചിൽ തറച്ചതുപോലെ തോന്നും. ആ നോട്ടത്തിന് നമ്മുടെ പെണ്ണ് ഭ്രാന്തമായി അടിമപ്പെട്ടു പോയിരുന്നു. ഒരു ദിവസം ഗൗരവമേറിയ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മനസ്സ് കണ്ണും വായും തള്ളി അങ്ങനെ നോക്കി നിന്നുപോയി. കൃത്യം ആ സമയത്താണ് അവളുടെ ആത്മാവ് ഉണർന്ന് പുറത്തു വന്നത്. എന്നിട്ട് അവളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു ചോദിച്ചു. എടി, നീ ഇത് എന്താണ് കാണിക്കുന്നത്? അവൻ കാണാൻ നല്ല ഭംഗിയുള്ളവനാണെന്ന് കരുതി നീ ഇങ്ങനെ കണ്ണും വായും തുറന്ന് നോക്കി നിൽക്കുകയാണ്. നീ ഒരു കാര്യം മറന്നു പോവുകയാണ്. അവൻ്റെ റേഞ്ച് എവിടെയോ ആണ് കിടക്കുന്നത്. നീ തലയുയർത്തി നോക്കിയാൽ പോലും അവനെ കാണാൻ പറ്റില്ല. അവൻ ദയ തോന്നിയിട്ടാണ് നിനക്ക് അവൻ്റെ കമ്പനിയിൽ ഒരു ജോലി തന്നത്. അതിവിടെ അടങ്ങി ഒതുങ്ങി മാന്യമായി ചെയ്തു തീർക്കാൻ നോക്കാതെ അവൻ്റെ മേൽ മനസ്സ് വെക്കുകയാണോ? മാസാവസാനം കിട്ടുന്ന ആ ശമ്പളവും പ്രതീക്ഷിച്ച് അതിനുവേണ്ടി മാത്രം പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ് നീ. അതുകൊണ്ട് നിന്റെ പതിവ് എന്താണെന്ന് എപ്പോഴും സ്വയം ഓർക്കണം. അവനിൽ നിന്ന് എപ്പോഴും ഒരകലം പാലിക്കണം. വെറുതെ ആഗ്രഹങ്ങൾ വളർത്തിക്കൂട്ടി ഒടുവിൽ അതൊന്നും നടക്കില്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഇരുന്ന് സങ്കടപ്പെടരുത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കണം എന്നവൾ സ്വന്തം ബുദ്ധിയോട് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ അങ്ങനെ സ്വയം വിലമയ്ക്കുമ്പോഴും അവൾ പോലും അറിയാതെ അവൻ്റെ പ്രണയമെന്ന മായാവലയത്തിൽ അവൾ പൂർണ്ണമായും വീണുപോയിരുന്നു. അവൻ എനിക്കൊരിക്കലും കയ്യെടുത്തി പിടിക്കാൻ പറ്റാത്ത അവകാശമാണ്. എങ്കിലും ആ ആകാശത്തെ നോക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്തോളാം എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷെ അത് പ്രായോഗികമായി എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ആ നിമിഷത്തിൽ അവൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് എല്ലാ ദിവസവും അവൾ അവനേക്കാൾ മുൻപ് ഓഫീസിലെത്തും. എന്നിട്ട് അവൻ കടന്നു വരുന്ന ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കാൻ തുടങ്ങും. അവൻ്റെ ആ വരവും നോക്കി ഇന്നും അവൾ പതിപോലെ അതേ കാത്തിരിപ്പിലാണ്. അപ്പോഴാണ് ഗ്രേ കളർ ചൂട്ടുമിട്ട് കാറിൽ നിന്നിറങ്ങി അജിത്ത് ഒരു കൈ പെൻസിൻ്റെ പോക്കറ്റിലിട്ട് ആറ്റിറ്റ്യൂഡോടെ നടന്നു വരുന്നത് കണ്ടത്. അവനെ അങ്ങനെ കണ്ടതും മനസ്സ് മയങ്ങി. എല്ലാം മറന്ന് നോക്കി നിന്നുപോയി. ഓഫീസിലുള്ളവരെല്ലാം എഴുന്നേറ്റ് നിന്ന് അവന് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ മനസ്സ് മാത്രം കണ്ണും വീഴ്ചും വായു പൊളിച്ചും ഒരു കുസൃതിച്ചിരിയോടെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ കണ്ണും വായുമൊക്കെ തുറന്ന് ഒരു ചിരിയോടെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരെയും ചുമ്മാ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു പോയ അജിത്തിൻ്റെ നോട്ടം തന്നെ വായ പൊളിച്ച് നോക്കി നിൽക്കുന്ന മാനസയുടെ നേർക്ക് വീണു. അവളെയൊന്ന് നോക്കി അയാൾ അവിടെ ഒരു നിമിഷം നിന്നു. ഈ പെണ്ണെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നയാൾ വിചാരിച്ചോ എന്തോ അറിയില്ല. പക്ഷെ അവളെ തന്നെ നോക്കിക്കൊണ്ട് അയാൾ അവിടെ നിന്ന് മുന്നോട്ട് നടന്നു പോയി. അയാൾ പോയ ഉടനെ ഭാർഗവി അങ്ങോട്ട് വന്ന് മാനസയുടെ തലക്കൊന്ന് കൊടുത്തു. അതോടെയാണ് മാനസക്ക് ബോധം വന്നത്. തലയിൽ കൈവച്ച് തിരുമ്മിക്കൊണ്ട്, അയ്യോ, എന്താ പറ്റിയേ? എന്നെ എന്തിനാ ഇപ്പോൾ തല്ലിയേ? എന്താ പറ്റിയെന്നോ? അത് ചോദിക്കാൻ വന്നേക്കുന്നൊരു പൊട്ടത്തി. ബോസ് നിന്നെ എങ്ങനെയാ നോക്കിയതെന്ന് കണ്ടോ നീ എന്ന് ഭാർഗവി ചോദിച്ചതും, എന്താ ഭാർഗവി, ബോസ് എന്നെ തന്നെയാണോ നോക്കിയത് എന്ന് നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന കണ്ണുകളോടെ മാനസ് തിരിച്ചു ചോദിച്ചു. നീ നിന്റെ മനസ്സിൽ ഓരോന്ന് കണ്ട് വെറുതെ കൂടുതൽ ആഗ്രഹിക്കുകയൊന്നും വേണ്ട. നീ വിചാരിക്കുന്നത് പോലെയൊന്നും അയാൾ നോക്കിയിട്ടില്ല.
ഒരു തെരുനായെ നോക്കുന്നത് പോലെ ഒന്ന് നോക്കിയിട്ട് അയാൾ അങ്ങ് പോയി, അത്ര തന്നെ. അതിന് നീ ഇനി ഓരോന്ന് ബാനറിൽ കാണാൻ നിൽക്കണ്ട. അത് കേട്ടതും മനസ്സ് വിചാരിച്ചു, അയാൾ നോക്കിയത് ശരിയാണല്ലോ. പക്ഷേ ഈ തെരുവ് നായെ ഒരു നല്ല നായി കണ്ട് വളർത്താൻ നോക്കിയാലോ? അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടൊരു അറ്റൻഡർ വന്നത്. മാനസ മേഡം, നിങ്ങളെ ബോസ് വിളിക്കുന്നുണ്ട്. അത് കേട്ടതും മാനസയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ദാ വിളി വന്നു കഴിഞ്ഞു, ഞാൻ പോവുകയാണ്. ബാക്കി നിനക്ക് പിന്നെ മനസ്സിലായിക്കോളും എന്ന് ഭാർഗവിയുടെ വെല്ലുവിളിക്കുന്ന ഭാവത്തിൽ പറഞ്ഞ് മാനസ റൂമിലേക്ക് നടന്നു. ഭ്രാന്തി, ആകാശത്തോളം ഉയർന്നാണ് അറിഞ്ഞിട്ടും മോഹിക്കുന്നത് നോക്ക്. കണ്ട് ഒടുവിൽ ഏതിലാ ചെന്ന് അവസാനിക്കുക എന്നാവോ എന്ന് സ്വയം പുറത്തുകൊണ്ട് ഭാർഗവി തൻ്റെ സീറ്റിലേക്ക് മടങ്ങി. റൂമിന് പുറത്തെത്തിയ മാനസ എക്സ്ക്യൂസ് മീ സാർ എന്ന് ചോദിച്ചപ്പോൾ അകത്തു നിന്ന് അജിത്ത് എസ് കമിൻ എന്ന അനുവാദം നൽകി. അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു. അജിത്ത് തൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. സോറി സാർ എന്ന് പറഞ്ഞ് മാനസ തല താഴ്ത്തി നിന്നു. എന്താ കാര്യം? അജിത്ത് ചോദിച്ചു. ഇന്നലെ സാർ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല സാർ എന്ന് തല കുനിച്ച് പിടിച്ചുകൊണ്ട് തന്നെ മാനസ മറുപടി പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും അജിത്ത് തലയുയർത്തി അവളെ നോക്കി. ഒരു മെറൂൺ കളർ ടോപ്പും ബ്ലൂ ജീൻസും ധരിച്ച് മുടി അഴിച്ചിട്ട് വളരെ നിഷ്കളങ്കമായ മുഖത്തോടെ നിൽക്കുന്ന അവൾ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. അവളെ അങ്ങനെ നോക്കി നിന്നപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ അവനത് മറച്ചു വെച്ചു. നോക്കൂ, നാളെ മുതൽ വീട്ടിൽ നിനക്ക് എത്ര ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടായാലും അതെല്ലാം അവിടെ തന്നെ വിട്ടിട്ട് ഓഫീസിലേക്ക് വരണം. അങ്ങനെയെങ്കിൽ നിനക്ക് ജോലി ശ്രദ്ധക്കുറവ് വരേണ്ട ആവശ്യമില്ല. ഓഫീസിൽ വെച്ച് ബാക്കി കാര്യങ്ങളെല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയുണ്ടായോ, അല്ലെങ്കിൽ സോറി പറയേണ്ടയോ ആയ ഒരു സാഹചര്യവും ഉണ്ടാകില്ല. ശരി സാർ എന്നവൾ മറുപടി നൽകി. അവൾ മനസ്സിൽ വിചാരിച്ചു, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. എന്നെ തന്നെ ഞാൻ മറന്നു പോകുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. പെട്ടെന്ന് അജിത്ത് ചോദിച്ചു, ഉബ്രായ് കമ്പനിയുമായുള്ള മീറ്റിംഗ് ഏത് സമയത്താണ്? 11:45 സാർ. ഇനി ഒരു 10 മിനിറ്റ് കൂടെയുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ പുറപ്പെടണം. ഞാൻ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട്. ഗുഡ്, ആ കമ്പനിയുടെ ഫയൽ കൂടി എടുത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞ് അവിടെയുണ്ടായിരുന്ന തൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുത്തു ധരിച്ച് അവൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പോകുന്നവനെ നോക്കി കൈവിരലുകൾ കൊണ്ട് ദൃഷ്ടിദോഷം തട്ടാതിരിക്കാൻ വിരലുകൾ കൊണ്ട് ഞൊടിച്ചു. മനസ്സിനുള്ളിൽ ചെറുതായി ചിരിച്ചു മാനസ. അവൻ പറഞ്ഞ ഫയലുകളും എടുത്ത് അവൾ അവൻ്റെ പുറകെ നടന്നു പോയി. കാറിനടുത്തേക്ക് ചെന്ന അജിത്ത് ഡ്രൈവറെ നോക്കി. നിങ്ങൾക്ക് വേറെ ട്രിപ്പ് ഉണ്ടെങ്കിൽ അത് നോക്കിക്കോളൂ, കാർ ഞാൻ തന്നെ ഓടിച്ചോളാം എന്ന് പറഞ്ഞ് താക്കോൽ വാങ്ങി. അവൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായി. അപ്പോഴാണ് മാനസ അങ്ങോട്ട് വന്നത്. എപ്പോഴത്തെയും ശീലപ്രകാരം അവൾ കാറിൻ്റെ പിൻവാതിൽ തുറക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ അകത്ത് നിന്ന് അവളെ വിളിച്ചത്. ആ വിളി കേട്ട് പരിഭ്രമത്തോടെ കാറിനുള്ളിലേക്ക് നോക്കി അവൾ കണ്ടത് അവൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നതാണ്. അതുകണ്ട് അത്ഭുതത്തോടെ സാറെന്താ ഇന്ന് വണ്ടി ഓടിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ആ വാതിൽ അടച്ച് മുൻവശത്തെ വാതിൽ തുറന്നു അവൻ്റെ അടുത്തുള്ള സീറ്റിൽ വന്നിരുന്നു. കാർ മുന്നോട്ടെടുത്തു. അജിത്ത് അരിമണിക്കൂറിനുള്ളിൽ അവർക്ക് മീറ്റിംഗ് നടക്കേണ്ട സ്ഥലത്ത് വണ്ടി എത്തിച്ചു. അവർ രണ്ടുപേരും അവിടെ എത്തി. അവിടെ വെച്ചിട്ട് അജിത്ത് തൻ്റെ ഓരോ ക്ലയൻസിനോടും സംസാരിച്ചു കൊണ്ടിരുന്നു. അതിലൊരാളുടെ നോട്ടം മാനസയുടെ നേരെയായിരുന്നു. ഒരു തരം വിഴുങ്ങുന്ന രീതിയിൽ മേൽമുതൽ അടിവരെ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ദേഷ്യം കൊണ്ട് അവൻ്റെ കൈച്ചുരുട്ടുകൾ മുറുകി. അജിത്തിനതൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ അവളോട്, നീ പോയി കാറിലൊരു ഫയൽ ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് കാറിൻ്റെ കീ അവളുടെ കയ്യിൽ കൊടുത്തു. ശരി സാർ എന്ന് പറഞ്ഞ് ആ തോക്കാലും വാങ്ങി മാനസ പുറത്തേക്ക് നടന്നു. അവൾ പോകുന്നത് കണ്ട അവനും കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതെല്ലാം അജിത്ത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് അവസാനിച്ചു. മീറ്റിംഗ് കഴിഞ്ഞയുടൻ പുറത്തേക്ക് വന്ന അജിത്ത് കണ്ടത് റിസപ്ഷൻ്റെ അടുത്ത് വെച്ച് ആ വ്യക്തിയോട് ചിരിച്ച് സംസാരിക്കും നിൽക്കുന്ന മാനസയാണ്. അവൾ അയാളോട് അത്രയും ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അജിത്തിന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അത് കേട്ട് ഞെട്ടിപ്പോയ മാനസ അവനെ നോക്കി വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, അത് സാർ, നിങ്ങൾ കാറിൽ ഫയൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ അങ്ങനൊരു ഫയലും ഇല്ലായിരുന്നു സാർ. അത് കേട്ട് അവൻ പറഞ്ഞു, അതെങ്ങനെ ഇല്ലാതിരിക്കും? ഞാൻ തന്നെയാണ് അത് അവിടെ വെച്ചത്.
എന്നിട്ട് നീ ഇപ്പോൾ എന്നോട് തർക്കുകയാണോ? നിന്റെ ശ്രദ്ധ മുഴുവൻ വേറെ എവിടെയോ ആണെങ്കിൽ കാറിലിരിക്കുന്ന ഫയൽ എങ്ങനെ നിനക്ക് കാണാൻ പറ്റും? നിന്റെ മനസ്സ് മുഴുവൻ വേറെ എന്തോ ചിന്തകളിലാണ്. നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എവിടെയാണ് നിൽക്കുന്നതെന്നൊരു ബോധവുമില്ലാതെ മുന്നിൽ കാണുന്നവരോടൊക്കെ കൊഞ്ചിക്കുഴഞ്ഞ് നിൽക്കുകയാണ്. കാര്യമൊന്നുമില്ലാതെ മറ്റുള്ളവരോട് വെറുതെ അനാവശ്യമായി സംസാരിച്ചു കൊണ്ടിരുന്ന ജോലികൾ എങ്ങനെ മുന്നോട്ട് പോകും? കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കണ്ടേ? അതിനാദ്യം ബുദ്ധി വേണ്ടേ എന്നാലോചിച്ച് ചുണ്ടിയോടെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അജിത്ത് ആ വ്യക്തിയെ നോക്കി. അജിത്തിന്റെ ഉദ്ദേശം വ്യക്തമായി മനസ്സിലായതോടെ ആ വ്യക്തി അവിടെ നിന്നും പെട്ടെന്ന് വലിഞ്ഞു. എന്നാൽ ഇത്രയൊക്കെ കേട്ടിട്ടും മാനസയുടെ കണ്ണുകൾ മാത്രം കണ്ണീരാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇത്രമാത്രം വഴക്ക് പറഞ്ഞത് എന്ന് ചിന്തിച്ച് കവളിലൂടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് മാനസ് അവനെ തന്നെ നോക്കി നിന്നു. അത് കണ്ടപ്പോൾ അവൻ വീണ്ടും കൂടുതൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേക്കും കരയാൻ വേണ്ടി ഇരുന്നോളും. ഇങ്ങനെയുള്ളവർ എന്തിനാണ് ജോലിയെന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ കയറുന്നത്? വീട്ടിലിരുന്ന് കരഞ്ഞാൽ പോരെ എന്ന് പുറപ്പെടുത്തുകൊണ്ട് അജിത്ത് ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നുപോയി. അതോടെ ദേഷ്യം വന്ന മാനസ അവനെ തന്നെ പിന്തുടർന്നു. അവൻ പോയി കാറിൽ കയറിയിരുന്നു. ശരിക്കും അവൾക്ക് അവൻ കയറിയ ആ കാറിൽ കയറണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ കൂടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്നതുകൊണ്ട് അവനോടൊപ്പം തന്നെ പോകേണ്ടി വന്നു. കാറിൻ്റെ പിൻവശത്തെ ഡോർ തുറന്ന് അവൾ കയറി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ അവളെ അപമാനിച്ചത് അവൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ലായിരുന്നു. ഒരു ബോസും എംപ്ലോയിയും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ ബോസ് വഴക്ക് പറയുന്നതും ശമ്പളത്തിന് വേണ്ടി അത് സഹിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതും സാധാരണമാണ്. എന്നാൽ തൻ്റെ ജീവനായി കരുതിയ ഒരാളുടെ വായിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കേണ്ടി വന്നപ്പോൾ അവൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ സ്ഥാനം എന്താണെന്ന് തനിക്ക് കാണിച്ചു തരുന്നത് പോലെ അവൾക്ക് തോന്നി. അതുകൊണ്ട് അവൻ്റെ അരികിൽ പോയി ഇരിക്കാൻ പോലും അവൾക്ക് ധൈര്യം വന്നില്ല. അവൻ മിണ്ടാതെ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ മാനസ അവനെ പഴയതുപോലെ നോക്കാറേയില്ല. മനസ്സിൽ അത്രയധികം വിഷമമുണ്ടെങ്കിലും അവനിൽ നിന്ന് പരമാവധി അകലം പാലിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അന്ന് അവൻ വഴക്ക് പറഞ്ഞത് അവൾക്കും ഒട്ടും സഹിക്കാൻ പറ്റിയിരുന്നില്ല. അവൻ ചീത്ത പറഞ്ഞുകൊണ്ട് മാത്രമാണ് താൻ അവൻ്റെ മേൽ എത്രത്തോളം പ്രതീക്ഷകൾ വെച്ചിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായത്. ഇത് എന്തായാലും തനിക്ക് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ അവൾ അവനിൽ നിന്നും അകന്നു തന്നെ നിന്നു. അജിത്തും ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ അതിനോട് കാര്യമായി പ്രതികരിച്ചില്ല. ആ സമയത്താണ് മയൂരി ഓഫീസിലേക്ക് വന്നത്. വൺ മോഡേൺ ഡ്രസ്സിൽ അതീവ സുന്ദരിയും ഗ്ലാമറസുമായി അവരെ കണ്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും വായു പൊളിച്ചു നിന്നുപോയി. അവൾ എത്രത്തോളം സുന്ദരിയാണോ അത്രത്തോളം തന്നെ അഹങ്കാരവും അവളുടെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. അവിടെയുണ്ടായിരുന്ന സ്റ്റാഫ് അംഗങ്ങളെയൊക്കെ ഒരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൾ നേരെ സിയയുടെ റൂമിലേക്ക് നടന്നു. ഒരു അനുവാദവുമില്ലാതെ അവൾ അയാളുടെ കേബിനിലേക്ക് കയറിപ്പോയത് എല്ലാവർക്കും ഒരു വലിയ ഷോക്കായിരുന്നു. എന്നാൽ അതിലും വലിയ ഷോക്ക് അവൾ അകത്തേക്ക് കയറിയിട്ടും അജിത്ത് അതിനെക്കുറിച്ചൊന്നും തന്നെ പറയാതിരുന്നതാണ്. സ്റ്റാഫ് അംഗങ്ങൾ അത് കണ്ട് കൂടുതൽ അത്ഭുതപ്പെട്ടു. മനസ്സ് നമ്മൾ പറയുന്നത് കേൾക്കില്ലല്ലോ. പ്രത്യേകിച്ച് ഇത്രയും ഭംഗിയുള്ളൊരു പെൺകുട്ടി അയാളുടെ ക്യാബിനിലേക്ക് കയറിപ്പോയത് കണ്ടതും മാനസക്ക് ആകെ ടെൻഷൻ തുടങ്ങി. ഇതാരാണാവോ ഈ കുട്ടി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ പരിഭ്രമത്തോടെ ഭാർഗവിയോട് അന്വേഷിക്കാൻ തുടങ്ങി. ഇവളെ നിനക്കറിയില്ലേ? ആ കുട്ടിയുടെ പേര് മയൂരി എന്നാണ്. നമ്മുടെ സാറിൻ്റെ ഭാവി വധുവാണ് എന്ന് പറഞ്ഞ് ഭാർഗവി ഒരു ബോംബ് പൊട്ടിച്ചു. ആ വാക്ക് കേട്ടതും മാനസയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ കേബിൻ്റെ ഗ്ലാസ് ഡോറിനടുത്തേക്ക് നടന്നു. ഉള്ളിൽ അവർ എന്താണ് ചെയ്യുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോടെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. അവളുടെ പരിഭ്രമം മനസ്സിലാക്കിയ ഭാർഗവി അരികിലേക്ക് ചെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ മോളെ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? നമുക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നിനു വേണ്ടിയാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് മുന്നേ അറിയാമായിരുന്നല്ലോ. ഇപ്പോൾ അത് തന്നെ സത്യമായി തീരുമ്പോൾ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യമാ ഉള്ളത്? ഭാർഗവി ഇത് പറഞ്ഞതും മാനസ അവളെ കെട്ടിപ്പിടിച്ചു. മാനസയുടെ പ്രണയം എത്രത്തോളം ആത്മാർത്ഥമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഭാർഗവിക്ക് അവളെ കൂടുതൽ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു. അതേസമയം ഗ്ലാസ് ഡോറിലൂടെ പുറത്തു നടക്കുന്നതെല്ലാം അജിത്ത് കാണുന്നുണ്ടായിരുന്നു. എന്താ അജിത്ത് ഒന്നും സംസാരിക്കാത്തത്? നമ്മുടെ കല്യാണത്തിന് വേണ്ടി രണ്ട് കുടുംബക്കാരും ഒരുപാട് കാത്തിരിക്കുകയാണ്. അവർക്കൊരു മറുപടി കൊടുക്കണ്ടേ? നീ എത്ര കാലം എന്നെ ഇങ്ങനെ അകറ്റി നിർത്തും? ഐ ലവ് യു അജിത്ത്. നിനക്കെന്താ അത് മനസ്സിലാകാത്തത് എന്ന് മയൂരി പറഞ്ഞുകൊണ്ടേയിരുന്നു. മതിയാക്ക് മയൂരി, ഞാൻ നിന്നോട് ഇതിനകം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നും ഈ കല്യാണം നടക്കില്ലെന്നും. എന്നിട്ടും നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾ എന്തൊക്കെയോ വിചാരിച്ച്
നീ സമ്മതിച്ചാൽ എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് പറഞ്ഞു എന്നെ നിർബന്ധിപ്പിച്ച് സമ്മതിപ്പിക്കാൻ നോക്കുകയാണോ? അത് ഈ ജന്മത്തിൽ നടക്കില്ല. എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് എൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ നടക്കൂ. എനിക്കിഷ്ടമുള്ള ഒരാൾ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് വരൂ. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത നീ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. ഞാൻ അതിനനുവദിക്കുകയുമില്ല. ഈ കാര്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് എന്നാൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. അതോടെ മയൂരി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അന്നു മുതൽ മാനസയും അജിത്തും തമ്മിൽ കൂടുതൽ അകന്നു. ഔദ്യോഗികമായി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രം അവൻ്റെ അടുത്തേക്ക് പോകുന്നതല്ലാതെ മുൻപത്തെ പോലെ അവൻ്റെ ചുറ്റും നടക്കുന്നത് മാനസ പൂർണ്ണമായും നിർത്തി. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തി സോഫയിലേക്ക് തളർന്നിരുന്ന മാനസ അമ്മ കാപ്പി എന്ന് വിളിച്ചു പോയി. ആ വിളി തീരുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് കാപ്പി കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. അത് കണ്ട് മാനസ ചോദിച്ചു, എന്താ കനകമഹാലക്ഷ്മി ഇത്? എപ്പോൾ കാപ്പി ചോദിച്ചാലും പിറുപിറുത്ത് കൊണ്ട് എപ്പോഴെങ്കിലും കൊണ്ടുവരുന്ന ആളാണല്ലോ. ഇന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചായ മുന്നിൽ കൊണ്ടുവച്ചല്ലോ. എന്താ കാര്യം? മാനസ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ ഉണ്ട്, അതൊക്കെ നിന്റെ അച്ഛൻ പറഞ്ഞു തരും. അകത്തേക്ക് വന്ന വിശ്വനാഥനെ നോക്കി കനകം ചെറുതായെന്ന് പുഞ്ചിരിച്ചു. അച്ഛൻ പറഞ്ഞു തരുമെന്നോ? എന്താ അച്ഛാ ഇതൊക്കെ? അതെന്താണെന്ന് വെച്ചാൽ നിനക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. മാനസ ആകെ ഞെട്ടിപ്പോയി. നല്ലൊരു ആലോചനയാണ് മോളെ. ആ ചെക്കനും നമുക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ്. ഇവിടെ അടുത്തു നിന്ന് തന്നെയാണ്. കല്യാണം കഴിഞ്ഞാലും നീ ഞങ്ങളെ വിട്ട് ഒരുപാട് ദൂരേക്ക് പോവുകയാണെന്ന വിഷമം നീ ഞങ്ങൾക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് ഇതിന് സമ്മതിക്കണം മോളെ എന്ന് വിശ്വനാഥം അവളെ വളരെ സ്നേഹത്തോടെ നിർബന്ധിച്ചു. ആ വാക്ക് കേട്ടയുടനെ അവളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് അജിത്തിൻ്റെ മുഖമായിരുന്നു. പെട്ടെന്ന് തന്നെ മയൂരിയുടെ കാര്യവും ഓർമ്മ വന്നതോടെ അവൻ്റെ കല്യാണം ഇതിനകം ഉറപ്പിച്ചതാണല്ലോ എന്ന് അവൾക്ക് ബോധ്യമായി. ഇപ്പോൾ അവൻ എനിക്ക് അന്യനാണ്. എൻ്റെ അല്ലാത്ത ഒരാളെ കുറിച്ചോർത്ത് എൻ്റെ ജീവന് തുല്യം സ്വന്തമെന്ന് കരുതുന്ന ഇവരെ എന്തിന് ഞാൻ വിഷമിപ്പിക്കണം എന്ന് മനസ്സിൽ കരുതി. അച്ഛ, നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ് എൻ്റെയും ഇഷ്ടം എന്നവൾ അച്ഛനോട് പറഞ്ഞു. ആ വാക്ക് കേട്ടതും അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി. വൈകാതെ തന്നെ പെണ്ണ് കാണലും അതിന് പിന്നാലെ നിശ്ചയവും കഴിഞ്ഞു. കല്യാണ മുഹൂർത്തങ്ങൾ കുറിച്ച് വിവാഹ തിരക്കുകൾ ആരംഭിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മാനസ കല്യാണത്തിന് തയ്യാറെടുത്തു. അവൾ ഓഫീസിലേക്ക് വരാതിരുന്നതോടെ അജിത്തിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായി. എന്താണ് അവൾക്ക് പറ്റിയതെന്നും വരുന്നതാണല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവൾ എന്തുകൊണ്ടാണ് ലീവെടുത്തതെന്ന് അവൻ ആലോചിച്ചു കൊണ്ടേയിരുന്നു. അവൻ അങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അറ്റൻഡർ വന്ന് അവൻ്റെ മുന്നിൽ ഒരു കാർഡും കത്തും വെച്ചത്. ഇതെന്താണ്? അത് സാർ, മാനസ മാഡം നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണ്, അറ്റൻഡർ പറഞ്ഞു. അത് കേട്ടയുടനെ അത് കയ്യിലെടുത്ത് നോക്കിയ അജിത്തിൻ്റെ കണ്ണ് തള്ളിപ്പോയി. അതിൽ ആദ്യത്തേത് അവളുടെ റിസൈൻ ലെറ്ററും രണ്ടാമത്തേത് അവളുടെ വെഡ്ഡിങ് ഇൻവിറ്റേഷനും. അത് കണ്ടതും ദേഷ്യം കൊണ്ട് അവൻ്റെ രണ്ട് കൈകൾ ചുരുട്ടി. നിനക്ക് എന്നെ ഒഴിവാക്കാൻ മാത്രം എന്ത് കാര്യമാണ്? എന്നെ അല്ലാതെ നീ മറ്റൊരാളെ കല്യാണം കഴിക്കുമല്ലേ? നിന്റെ കല്യാണം എങ്ങനെ നടക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. അന്നേ രാത്രി സമയം 11 മണിയാകുന്നു. തൻ്റെ നടക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് മാനസ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. ഫോണിലേക്ക് നോക്കിയപ്പോൾ ബോസ് എന്നാണ് കാണിക്കുന്നത്. അത് കണ്ടതും പരിഭ്രമത്തോടെ അവൾ ഫോണെടുത്ത്, ഹലോ മാനസ, ഞാൻ നിന്റെ വീടിൻ്റെ പുറത്തുണ്ട്, നീ ഒന്ന് പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ അജിത്ത് ഫോൺ കട്ട് ചെയ്തു. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. എന്തിനായിരിക്കും സാർ ഈ സമയത്ത് വീട്ടിലേക്ക് വന്നത് എന്നാലോചിച്ചുകൊണ്ട് താൻ ഇട്ടിരുന്ന നൈറ്റ് ഡ്രസ്സിന് മുകളിലേക്ക് ഒരു ദുപ്പട്ടയും എടുത്തിട്ട് പരിഭ്രമത്തോടെ അവൾ പുറത്തേക്ക് നടന്നു. പുറത്ത് തൻ്റെ കാറിൽ ചാരി നിന്ന് പുകവലിച്ചു കൊണ്ടിരിക്കുന്ന അജിത്തിനെയാണ് അവൾ കണ്ടത്. അവനെ അവിടെ ആ സമയത്ത് കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമായി. അവൻ എന്തിനാണ് അവിടെ വന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും ഒരു ആകെ പരിഭ്രാന്തയായ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ സാർ ഇവിടെ? അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ എന്തു ചെയ്തു സാർ എന്നവൾ വളരെ നിഷ്കളങ്കമായി തിരിച്ചു ചോദിച്ചു. അതോടെ അവൻ തൻ്റെ കയ്യിലിരുന്ന ഇൻവിറ്റേഷൻ കാർഡ് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ടു. എന്താടിയത് എന്ന് ഉറക്കെ ആക്രോശിച്ചു. മുഖത്ത് തട്ടി നിലത്തേക്ക് വീണ ആ കാർഡിനെ അവൾ തികച്ചും ആശയക്കുഴപ്പത്തോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അതെൻ്റെ കല്യാണ കത്താണ് സാർ. ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവരുടെ വീട്ടിലേക്ക് സാർ വരില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും നാൾ നിങ്ങളുടെ കൂടി ജോലി ചെയ്തതിൻ്റെ ഒരു നന്ദിയും കടപ്പാടും ഉള്ളതുകൊണ്ട് കത്ത് തരുന്നത് ഒരു മര്യാദയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് അയച്ചത്, അല്ലാതെ നിങ്ങൾ വരുമെന്നൊരു പ്രതീക്ഷയും കൊണ്ടല്ല. തല താഴ്ത്തി പിടിച്ചുകൊണ്ട് മനസ്സ് പറഞ്ഞു. ഓ അങ്ങനെയോ? അപ്പോൾ ഞാൻ വലിയ ആളായതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ളവരുടെ വീട്ടിലേക്ക് വരില്ല എന്നാണോ നീ വിചാരിച്ചത്?
ജീവനായി സ്നേഹിച്ച് എന്നെ മാറ്റി നിർത്തി അവനുമായുള്ള കല്യാണത്തിന് നീ സമ്മതിച്ചോ എന്ന് അജിത്ത് ചോദിച്ചു. ആ വാക്കുകൾ കേട്ട് മാനസാകെ സ്തംഭിച്ചു പോയി. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. കമോൺ ടെൽമി, എന്തിനാണ് നീ കല്യാണം കഴിക്കുന്നത് എന്ന് അജിത്ത് ഉറക്കെ ചോദിച്ചു. അവൻ അങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൾക്ക് എന്ത് പറയണമെന്നൊരു രൂപവുമില്ലായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് സാർ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയോ? നിങ്ങൾക്ക് എന്തോ ഭ്രമം ഉണ്ടായതുപോലെ തോന്നുന്നു. എങ്കിലും നിങ്ങൾ എവിടെ? ഞാൻ എവിടെ? ഞാൻ എന്തിനാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് മാനസ പതറിയ വാക്കുകളോടെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും അവൻ അവളുടെ തോളുകളിൽ പിടിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വലിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സത്യം പറയൂ, നീ എന്നെ സ്നേഹിച്ചില്ലേ? നിന്റെ ജീവനേക്കാൾ കൂടുതലായി എന്നെ ആരാധിച്ചില്ലേ? എന്നോടൊപ്പമുള്ള ജീവിതമല്ലേ നീ സ്വപ്നം കണ്ടത്? അവൻ പറയുന്നതിന് എന്ത് മറുപടി നൽകണമെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അയാളുടെ അടുത്ത് നിന്ന് മദ്യത്തിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. ഇല്ല സാർ, ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്നവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. എങ്കിലും കള്ളം പറയാൻ തന്നെ അവൾ ശ്രമിച്ചു. മാനസ, നീ കള്ളം പറയണ്ട. എനിക്കറിയാം നീ എന്നെ നോക്കുന്ന നോട്ടത്തിൽ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. എനിക്ക് വേണ്ടി നീ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നോട് സംസാരിക്കാൻ നീ എത്രമാത്രം ക്ഷമിക്കുന്നുണ്ടെന്നും എനിക്കെല്ലാം അറിയാം. മര്യാദയ്ക്ക് ഈ കല്യാണം ക്യാൻസൽ ചെയ്ത് എൻ്റെ കൂടെ പോന്നേക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് അജിത്തെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിൽ വലിയൊരു ആശ്വാസം തോന്നിയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം അവൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ചെയ്ത തൻ്റെ കുടുംബത്തിൻ്റെ മാനം മൊത്തം തകരും എന്നവൾ ചിന്തിച്ചു. അതുകൊണ്ട് അവനെ ഒന്ന് ഭയപ്പെടുത്തണം എന്ന രീതിയിൽ അവൾ പറഞ്ഞു, സാർ, എന്നെ അങ്ങനെ നോക്കരുത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. എൻ്റെ പെരുമാറ്റം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ആം വെരി സോറി. മറ്റൊരുത്തൻ്റെ ഭാര്യയാകാൻ പോകുന്നൊരു പെണ്ണിനോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് ഒട്ടും ശരിയല്ല. ആരെങ്കിലും കണ്ടാൽ തെറ്റായി വിചാരിക്കും. പ്ലീസ്, നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ സാർ. എന്താ? ഏതൊരാൾക്ക് നീ എങ്ങനെ ഭാര്യയാകുമെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ടവൻ അവളുടെ അരയിലൂടെ കൈചുറ്റി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. തൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ ചുണ്ടുകളെ ശക്തമായി ബന്ധിച്ചുകൊണ്ട് അജിത്ത് തൻ്റെ ദേഷ്യം മുഴുവൻ ആ ചുംബനത്തിലൂടെ പ്രകടിപ്പിച്ചു. ആ പ്രതീക്ഷിത പ്രവൃത്തിയിൽ മാനസ ഒരു പ്രതിമയെപ്പോലെ ഞെട്ടിത്തരിച്ചു. അവനെ ദൂരേക്ക് തള്ളിമാറ്റാൻ തക്ക ദേഷ്യമോ എന്നാൽ ആഗ്രഹിച്ചുകൊണ്ട് അടുക്കാൻ മാത്രമുള്ള ധൈര്യമോ അവൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കല്ല് പോലെ അവൾ അവിടെ നിന്നും പോയി. രണ്ടുപേരിലും ആകെ ഒരു പ്രണയഭാവം ഉണ്ടായിരുന്നില്ല, മറിച്ച് ദേഷ്യവും വിഷമവും കലർന്ന ഒരവസ്ഥയായിരുന്നു. അവൾ പെട്ടെന്ന് അവനെ തള്ളിമാറ്റി. അജിത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൻ കാർ റിവേഴ്സ് എടുത്തു പോകുന്നത് നോക്കി മാനസ അവിടെ തന്നെ തളർന്നിരുന്ന് കരയുകയായിരുന്നു. വിവാഹ മണ്ഡപത്തിൽ വിവാഹത്തിനായി കല്യാണ മണ്ഡപം എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. വധുവായി സർവാഭരണ വിഭൂഷിതയായി ഒരുങ്ങിയ മാനസ ആ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെച്ചു. വന്നവരും ബന്ധുക്കളും എല്ലാം കൺകുളിർക്കി ആ മംഗളമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വധുവരന്മാരെ മനസ്സ സ്മരിച്ച് അവരുടെ അർച്ചനയർപ്പിച്ചു. അനുഗ്രഹിക്കാൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. മകനെ, ഈ മംഗളസൂത്രമെടുത്ത് ആ പെൺകുട്ടിയെ കഴുത്തിൽ ചേർത്തു എന്ന് പൂജാരി വിളിച്ചു പറഞ്ഞു. മറ്റൊരാൾ തൻ്റെ കഴുത്തിൽ കാലിൽ കെട്ടുന്നത് സഹിക്കാൻ കഴിയാതെ മാനസ് തൻ്റെ കണ്ണുകൾ ദൃഢമായി പൂട്ടി. തൻ്റെ വികാരങ്ങളെല്ലാം അടക്കിപ്പിടിച്ച് കണ്ണുനീർ പുറത്തു വരാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ മംഗല്യസൂത്രം തൻ്റെ കഴുത്തിൽ വീഴുന്നത് അവൾ അറിഞ്ഞു. നെഞ്ചടിപ്പ് ഒരു നിമിഷം കൊണ്ട് ഇരട്ടിയായി. അയാൾ 3 കെട്ടുകൾ ഇടുമ്പോൾ അയാളുടെ വിരൽത്തുമ്പുകൾ തൻ്റെ കഴുത്തിൽ സ്പർശിക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ ആ സ്പർശനം ഒരു അപരിചിതനാണെന്ന് അവൾക്ക് തോന്നിയില്ല. തനിക്ക് വളരെ പരിചിതനായ ഏതോ ഒരാളുടെ കൈസ്പർശനം പോലെ തോന്നിയതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. തലയുർത്തി നോക്കി അവൾ കണ്ടത് തൻ്റെ കഴുത്തിൽ താലി ചാർത്തി നിൽക്കുന്ന അജിത്തിനെയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അത് കണ്ട് അവൾ ആകെ സ്തംഭിച്ചുപോയി. സാർ എന്നവളുടെ നാവിൽ നിന്നും അറിയാതെ ഒരു വാക്ക് പുറത്തു വന്നു. അത് കേട്ട് അവളെ നോക്കി ചെറുപുഞ്ചിരിയോടെ അജിത്ത് പതുക്കിയെന്ന് കണ്ണടിച്ചു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും ഒട്ടും മനസ്സിലാകാതെ അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. അവിടെയുണ്ടായിരുന്നവരെല്ലാം പ്രതിമകളെ പോലെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു വശത്തായി മാറി നിന്ന് ഒരാൾ അജിത്തിനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അത് അവളെ കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കനായിരുന്നു. ദേഷ്യം കൊണ്ട് അയാളുടെ മുഖം കറുത്തിരുണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ആ ജോഡികൾ ഒന്നായി. തങ്ങളുടെ മകൾക്ക് വലിയൊരു കുടുംബത്തിൽ നിന്നുള്ള ആലോചനയാണ് കിട്ടിയതെന്ന് അവളുടെ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. അതിലുപരിയായി മകൾ ഇഷ്ടപ്പെട്ട വ്യക്തി തന്നെയാണ് അവളുടെ ജീവിതത്തിലേക്ക് വന്നറിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വിഷമിക്കാതെ മകളുടെ ജീവിതം നന്നാവുകയാണെങ്കിൽ അത് മതിയെന്ന് അവർ കരുതി. അതുപോലെ തന്നെ ആ കല്യാണ ചെറുക്കൻ്റെ വീട്ടുകാരോട് അവർ മനസ്സ് തുറന്ന് മാപ്പ് ചോദിക്കുകയും ചെയ്തു. തുടക്കത്തിൽ ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവൾക്ക് അല്പം ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും
ഉള്ളിൽ തന്നോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടിയോടൊപ്പം ജീവിക്കുന്നത് ശരിയല്ലെന്ന് ആ ചെറുക്കൻ ചിന്തിച്ചു. അത് സാരമില്ല, എന്നെ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ മകളെ കെട്ടി ജീവിതകാലം മുഴുവൻ സങ്കടപ്പെടുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് കല്യാണത്തിന് തൊട്ടു മുമ്പ് അറിഞ്ഞത്. ഈ വിഷമം പരമാവധി പോയാൽ കുറച്ചു മണിക്കൂറുകൾ മാത്രമല്ലേ ഉണ്ടാകൂ എന്നവൻ പറഞ്ഞു. അതോടെ അവിടെ ഉണ്ടായിരുന്ന വല്ലാത്തൊരു അന്തരീക്ഷത്തിന് നേരിയൊരയവ് വന്നു. അതിനുശേഷം അവൻ മാനസയെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി. തൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരിയെ അവൻ കല്യാണം കഴിച്ചതുകൊണ്ട് അവൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്ത് ദേഷ്യമായിരുന്നു. പക്ഷേ മകൻ്റെ സന്തോഷം മാത്രം മുഖ്യമായി കരുതിയ അവൻ്റെ അച്ഛൻ മാത്രം അവളെ തൻ്റെ മരുമകളായി സ്വീകരിച്ചു. അതുകൊണ്ട് കുടുംബത്തിലെ മറ്റാർക്കും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ തനിക്കേറെ ഇഷ്ടപ്പെട്ട അവനോടൊപ്പം വലതുകാൽ വെച്ച് മാനസിക പ്രവേശനം ചെയ്തു. അന്ന് രാത്രി ഭംഗിയായി ഒരുങ്ങി മുറിയിലേക്ക് വന്ന അവളെ നോക്കി അജിത്ത് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ അങ്ങനെ നോക്കി ചിരിക്കുന്നത് കണ്ട് ദേഷ്യം വന്നവൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് ഒക്കെ ചോദിച്ചു. കാരണം മറ്റൊരാളുടെ ഭാര്യയാകേണ്ടവളെക്കുറിച്ചോ അല്ലെങ്കിൽ അന്യനായ ഒരാളെക്കുറിച്ചോ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് ഒരുപാട് ഉപദേശങ്ങൾ തന്ന നീ ഇന്ന് ഇത്രയും ഭംഗിയായി ഒരുങ്ങി വന്ന് എൻ്റെ സ്വന്തമാകാൻ വേണ്ടി എൻ്റെ മുന്നിൽ നിന്ന് നിൽക്കുന്ന നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശരി വരാതിരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അജിത്ത് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. എന്നെ വിട്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. നിന്നെ അങ്ങനെ വിട്ടുകളയാനാണെങ്കിൽ ഞാൻ ഇത്രയും വലിയ റിസ്ക് എടുത്ത് നിന്നെ പിടിച്ചു വെക്കുമോ, അവൻ ചോദിച്ചു. ഞാനൊരു പട്ടിക്കുട്ടിയെപ്പോലെ നിങ്ങളുടെ പുറകെ നടന്നു പോയെന്നും ഈ സ്നേഹം കണ്ടില്ലല്ലോ. പക്ഷെ ഞാൻ ദൂരേക്ക് പോകുന്നെന്ന് കണ്ടപ്പോഴേക്കും മുതലാളിക്ക് സ്നേഹം അങ്ങ് പൊട്ടിയൊലിച്ചോ? സഹിക്കാൻ പറ്റാതെ വന്നിട്ടാണോ ഇപ്പോൾ ഓടി വന്ന് കഴുത്തിൽ താലി കെട്ടിയത്? പിണക്കം നിറഞ്ഞ മുഖത്തോടെ മാനസ ചോദിച്ചു. നീ ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയെപ്പോലെ എൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കാത്തുനിന്ന് എൻ്റെ ചുറ്റും നടക്കുമ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസം നിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. എൻ്റെ ചുറ്റും കറക്കിയ ശേഷം കല്യാണം കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിനിടയിൽ നീ വേറെ ഒരു കല്യാണത്തിന് റെഡിയായി എനിക്കിങ്ങനെ ഒരു ഷോക്ക് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നവളുടെ കാതോരം ചേർന്ന് നിന്നുകൊണ്ട് അവൻ മെല്ലെ പറഞ്ഞു. അവൻ അവളെ തൻ്റെ അധരങ്ങളോട് ചേർത്ത് പിടിച്ചു വലിച്ചു. നീ എന്നെ എത്രത്തോളം കരയിച്ചെന്ന് നിനക്കറിയാമോ? നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ടെന്നും മരിച്ചു കളയാമെന്നും വരെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അച്ഛനെയും അമ്മയെയും ഓർത്തപ്പോൾ മാത്രമാണ് ഞാൻ ആ ചിന്തയിൽ നിന്ന് പിന്മാറിയത്, അവൾ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. ഞാൻ കൂടെയുള്ളപ്പോൾ നീ എപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ടാകും. നീ എൻ്റെ ആണ്. അവൾ സ്വയം തന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് അജിത്ത് അവരുടെ അതരങ്ങളെ ചുംബിച്ചു. അവിടെ കൊണ്ടൊന്നും അവർ നിർത്തിയില്ല. പരസ്പരം മത്സരിച്ചെന്നോണം ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഒരുമിച്ച് ആസ്വദിച്ചു. ഒരാളുടെ സാമീപ്യത്തിൽ മറ്റൊരാൾ ശാന്തമായും സന്തോഷമായും സമയം ചിലവഴിച്ചു. ചൂടുള്ള നെടുവീർപ്പുകളാൽ ആ മുറി മുഴുവൻ നിറഞ്ഞു പോയിരുന്നു.